സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. വീണ്ടും ഇത് അടുത്ത 5 ദിവസത്തിന് മഴ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. നാളെ ഏതെങ്കിലും ജില്ലകളിൽ അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതും മഴ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ജില്ലയിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. നാളെയും മറ്റന്നാളും കൂടി സംസ്ഥാനത്ത് ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ബാക്കി ഭാഗങ്ങളിലേക്കും സിക്കിം സംസ്ഥാനത്ത് പൂർണ്ണമായും പശ്ചിമ ബംഗാളിന്റെ ഉപഹിമാലയൻ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിലേക്കും ഇന്നലെ കാലവർഷം എത്തിയിട്ടുണ്ട്. നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ ഇതൊക്കെയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതിന് മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശക്തമായിട്ടുള്ള ഒരു മഴയെ തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് മഴ സംബന്ധിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ മഴ സംബന്ധിച്ച് ഒരു ജില്ലകൾക്കും തന്നെ അവധികൾ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധികളൊന്നും തന്നെ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴ കനക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ട ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭ്യമായാൽ നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം മഴ സംബന്ധിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ ഹോളിഡേ അവധി അപ്ഡേറ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടാവും.